ഇപ്പോഴും താൽക്കാലിക ജീവനക്കാരായി തുടരുകയാണ് PSC അഡ്വൈസ് മെമ്മോ ലഭിച്ച KSRTC ഡ്രൈവർമാർ. 2445 പേർക്കാണ് KSRTC കോർപ്പറേഷൻ PSC അഡ്വൈസ് അയച്ചത്. നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ 2019 300ഓളം പേരെ താൽക്കാലികമായി നിയമിച്ചു. എന്നാൽ ഇതുവരെ ആരെയും സ്ഥിരം നിയമനമാക്കിയിട്ടില്ല. അഖിൽ കെ ചേരുന്നു. അഖിൽ, എല്ലാം ഒരു താൽക്കാലിക സെറ്റപ്പാണല്ലേ? അതിൽ ഇങ്ങനെ കിടന്ന് കണ്ണീരൊഴുക്കുന്നത് ഉദ്യോഗാർത്ഥികളാണ്, ഒന്നും സ്ഥിരമില്ല. അത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇത് 2010-ലാണ് സംഭവങ്ങളുടെ തുടക്കം. 2010-ലാണ് ഇത്തരത്തിൽ ആദ്യം വന്ന് കുറെ പേരെ ഈ PSC വഴിയുള്ള സ്ഥിരം നിയമനക്കാരായി കുറച്ച് പേരെ എടുത്തു. അതിനുശേഷം വീണ്ടും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന 2445 പേരുടെ അഡ്വൈസ് മെമ്മോ PSC ഇത്തരത്തിൽ KSRTC കോർപ്പറേഷൻ നൽകി. പക്ഷേ അന്ന് അതിൽ ആരിൽ നിന്നും സ്ഥിര നിയമനം എടുക്കാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. തുടർന്ന് ഇവർ വർഷങ്ങളോളം നിയമപോരാട്ടം നടത്തി. ഏറ്റവും ഒടുവിൽ 2019-ലാണ് കോടതി നിർദ്ദേശപ്രകാരമടക്കം താൽക്കാലിക ജീവനക്കാരായിട്ടാണെങ്കിൽ പോലും 300ഓളം പേരുന്ന ആളുകളെ ഇത്തരത്തിൽ താൽക്കാലിക ജീവനക്കാരായി KSRTC ഡ്രൈവർമാരെ എടുക്കുന്നത്. അതിനുശേഷം അവർ വീണ്ടും ഇത്തരത്തിലുള്ള നിയമപോരാട്ടം തുറന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ഇവരെ സ്ഥിരപ്പെടുത്താൻ KSRTC തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതിൽ ചൂണ്ടിക്കാണിക്കുന്ന വിഷയം എന്ന് പറയുന്നത് 700 രൂപയോളം ഡെയിലി വേജസ് ആയി നൽകിയാൽ മതി ഈ താൽക്കാലിക ജീവനക്കാർക്ക്. പക്ഷേ ഇവരെ സ്ഥിരം നിയമനക്കാരാക്കി കഴിഞ്ഞാൽ ആനുകൂല്യങ്ങൾ നൽകണം. ഒപ്പം ഡെയിലി വേജസ് ഒരു ദിവസത്തെ വരുമാനം എന്ന 2000-നും 3000-നും ഇടയിൽ, അതായത് പലരുടെ എക്സ്പീരിയൻസും കാലാവധി വർഷവും ഒക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. 2000-3000 ആകും. അത് നൽകാതിരിക്കാൻ വേണ്ടി, ആനുകൂല്യങ്ങളടക്കം നൽകാതിരിക്കാൻ വേണ്ടി താൽക്കാലിക ജീവനക്കാരായി മാത്രം കൊണ്ടുപോവുകയാണ്. അതായത് ഇപ്പോൾ നടക്കുന്ന നിയമനങ്ങളും താൽക്കാലിക ജീവനക്കാരുടെ നിയമനങ്ങളാണ്. ഇപ്പോഴും വലിയ തോതിൽ തന്നെ KSRTC-യിൽ ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നടക്കം 10,000 രൂപ നൽകിക്കൊണ്ട് എക്സ്ചേഞ്ചിൽ നടക്കം താൽക്കാലിക ജീവനക്കാരെ ഡ്രൈവർമാരെ എടുക്കുന്ന ഒരു നടപടി KSRTC-ക്കുണ്ട്. പക്ഷേ ഈ ലിസ്റ്റിലുണ്ടായ 445 പേരിൽ ലിസ്റ്റിലുണ്ടായ ആളുകളിൽ 300ഓളം പേർക്ക് മാത്രമാണ് താൽക്കാലിക ജീവനക്കാരായാലും അവരെ സ്ഥിരമാക്കാനോ KSRTC തയ്യാറാവുന്നില്ല. ഇതിൽ കൃത്യമായ ഇടപെടൽ വേണം. അതായത് ഈ സൗജന്യ യാത്ര നടക്കുന്ന പൈസ ഉണ്ടെങ്കിൽ തങ്ങൾക്ക് ജോലി നൽകാൻ കഴിയും, സ്ഥിര ജീവനക്കാരായ ജോലി നൽകാൻ കഴിയും. അതിന് KSRTC-ക്ക് പണമുണ്ട്, ഇതിന് പണമില്ല എന്ന ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇപ്പോഴും ഈ വിഷയത്തിൽ കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഷ്നി, ശരി, ഇങ്ങനെ എത്ര ഉദ്യോഗാർത്ഥികൾ നിയമനം കാത്തുകിടക്കുന്നു. അവർ റാങ്ക് ലിസ്റ്റിനെ ചൊല്ലിയാണ് വേദനിക്കുന്നത്.